നമസ്കാരം. നക്ഷത്ര പൊരുത്തത്തിൻ്റെയും പാപമൂല്യത്തിൻ്റെയും മറ്റൊരു ഇരയും കൂടിയാണ് ഈ ഒരു ഗ്രഹനില. അത് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ ജാതകം അത് കുറച്ചേറെ കാലമായവരാണ്, പക്ഷെ ഇന്നും വിവാഹിതരായിട്ടില്ല. രണ്ടുപേർക്കും മാറി നിൽക്കുന്ന ഒരവസ്ഥ, രണ്ടുപേർക്കും സന്താനങ്ങളുമില്ല, അന്യദേശത്ത് താമസിക്കുന്നവരാണ്. രണ്ടുപേരും ഇന്നും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ഇനി ഒരു വിവാഹം പെൺകുട്ടിക്ക് ഉണ്ടാകുമോ, അതേപോലെ പെൺകുട്ടിയുടെ ജാതക പ്രകാരം സന്താന ഭാവത്തിൻ്റെ അനുഭവ യോഗം ഉണ്ടാകുമോ എന്ന് അറിയാനായിട്ട് പാരൻസ് വന്ന് കണ്ടിരുന്ന ഒരു ഗ്രഹനിലയാണിത്. അപ്പോഴും അവർ തന്നെ പറഞ്ഞിട്ട് പോയി, മാഡം എന്തായാലും ഈ പാപസാമ്യം എന്ന് പറയുന്ന തെറ്റാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടണം. എൻ്റെ കുട്ടിക്ക് വന്ന ഒരു അനുഭവം വേറൊരാൾക്ക് വരാൻ പാടില്ല, അതുകൊണ്ട് ഈ ഗ്രഹനില ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിരുന്ന ഒരു ഗ്രഹനിലയാണ്. സ്ത്രീജാതക പ്രകാരം മകം നക്ഷത്രമാണ്. 13/8/88 3:15 AM ജനിച്ച ഒരു സ്ത്രീജാതകം. മിഥുന ലഗ്നം, ലഗ്നത്തിൽ ശുക്രൻ, സൂര്യൻ 2-ല്, ചന്ദ്രൻ, കേതു, ബുധൻ 3-ല്, 7-ല് ശനി, അതേപോലെ 9-ൽ സർപ്പൻ, 10-ല് കുജൻ, 12-ൽ ഗുരു, ഗുളികൻ, ഈ 2 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ഇവിടെ നക്ഷത്ര പൊരുത്തം 6 നക്ഷത്ര പൊരുത്തമുണ്ട്. 10-ന് 6 പൊരുത്തം. അതായത് പുരുഷ ജാതക പ്രകാരം 22/7/84 ജനിച്ച ഒരാളാണ്. 7:03 PM. ഭരണി നക്ഷത്രം, ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി. മകര ലഗ്നം, ലഗ്നത്തിൻ്റെ 3-ൽ ഗുളികൻ, 4-ൽ ചന്ദ്രൻ, 5-ൽ സർപ്പൻ, 7-ൽ സൂര്യനും ശുക്രനും, 8-ൽ ബുധൻ, 10-ൽ കുജൻ ശനി, 11-ൽ കേതു, 12-ൽ വ്യാഴം. 2 പേരുടെയും വ്യാഴം 12-ലാണ്. ഇനി ഇവർ തമ്മിലുള്ള പൊരുത്തം ഭരണിയും മകവും വളരെ ഉത്തമമായിട്ടുള്ള പൊരുത്തം. ദീർഘപ്പൊരുത്തം, അവിടെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ദീർഘപ്പൊരുത്തമൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ട് വേർപെട്ടു? അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ദീർഘപ്പൊരുത്തമുള്ള ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെയാണ്? ദീർഘപ്പൊരുത്തം ഭയങ്കര സംഭവമല്ലേ? പക്ഷേ പൊരുത്തം, ദീർഘപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പൊരുത്തം നോക്കുന്നതിനകത്തുള്ള ലോജിക്ക് എന്താണ്? എന്തുകൊണ്ട് ഭർത്താവ് നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അകന്നു പോകുന്ന ആൾക്കാരുണ്ട് ദീർഘപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഈ ദീർഘപ്പൊരുത്തം എന്ന് പറയുന്ന വാക്കിന് പോലും അർത്ഥമില്ലല്ലോ എന്നുള്ളത് മനസ്സിലാക്കണം. അതെല്ലാം നോക്കേണ്ടത് ജാതകം ഗ്രഹനിലയ്ക്കകത്താണ്. അവരുടെ ഗ്രഹനിലയിലെ വിവാഹഭാവം എങ്ങനെ, ഭർതൃകാരക ഗ്രഹം എങ്ങനെ, ഭാര്യാകാരകൻ എങ്ങനെ, അതേപോലെ വിവാഹഭാവത്തിൻ്റെ അധിപൻ എങ്ങനെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. വിവാഹഭാവം 7ആണ്. ഇത് ലഗ്നത്തിൻ്റെ 7ആണ്. ചന്ദ്രാലും ശുക്രാലും അല്ല 7, ലഗ്നം കൊണ്ട് തന്നെയാണ് 7 ചിന്തിക്കേണ്ടത്. ചന്ദ്രൻ്റെ 7-ൽ നിൽക്കുന്ന ഗ്രഹം എന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചന്ദ്രൻ ആര്? നക്ഷത്രത്തിനെ, ചന്ദ്രൻ്റെ സ്ഥിതിയാണ് നക്ഷത്രം. ചന്ദ്രൻ ഏത് മേഖലയിൽ സ്ഥിതി ചെയ്യുന്നോ അതാണ് നക്ഷത്രം. അപ്പം നക്ഷത്രത്തിനെ കൊണ്ടുള്ള കാര്യത്തിന് നമ്മളെല്ലാ നക്ഷത്ര പൊരുത്തം ഓൾറെഡി നോക്കിയല്ലോ, പിന്നെ എന്തിനാണ് ചന്ദ്രാലുള്ള പൊരുത്തം? അതേപോലെ ശുക്രൻ വിവാഹകാരകനാണ്. വിവാഹകാരകൻ്റെ 2, 4, 7, 8, 12, അല്ലെങ്കിൽ വിവാഹകാരകൻ്റെ 7 വിവാഹഭാവമല്ല. അപ്പം അതിൻ്റെ പൊരുത്ത, ആ പാപമൂല്യത്തിൻ്റെ പൊരുത്ത പരിശോധനയാണ് ഇവിടെ തെറ്റ് വരുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ ജാതകത്തിനെ സംബന്ധിക്കുന്ന ദോഷം എന്താണ്? ഈ കുട്ടി നല്ല ഒരു ബാങ്ക് മാനേജറാണ്, അന്യദേശത്താണ് ഇപ്പം ഉള്ളത്. മാനേജർ ആയിരുന്നു, ഇവിടുന്ന് ലീവ് എടുത്ത് പുറത്ത് പോയിരിക്കുകയാണ്. അത് പാരൻസിനോടൊപ്പം പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൂടാതെ അവിടെ വേറൊരു ജോലി തരപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി മിക്കവാറും ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ശ്രദ്ധിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് മിഥുന ലഗ്നമാണ്. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു. ലഗ്നത്തിൽ ശുക്രൻ നിന്നിട്ട് 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ശരിയാണ്. പക്ഷെ വിവാഹകാരകനാണ് ശുക്രൻ എന്നുള്ളതും ശരിയാണ്. പക്ഷെ 7-ൽ നിൽക്കുന്നത് ആര്? ശനിയാണ്. വിവാഹകാരകനായ ശുക്രനെ ശനിയുടെ ദൃഷ്ടി. ഈ ശനി ആര്? അഷ്ടമാധിപനായ ശനി. അഷ്ടമാധിപൻ 7-ൽ നിൽക്കുന്നതും 7-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോകുന്നതും നല്ലതല്ല. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നു. നമുക്കെപ്പോഴും എല്ലാ കർമ്മഭാവം ചിന്തിക്കുന്നതിന് 10-ാം ഭാവം ചിന്തിക്കുന്നു,
അതേപോലെ കർമ്മകാരകനെ നോക്കുന്നു. ഓരോ ഗ്രഹങ്ങളുടെ കാരകത്വമുള്ള തൊഴിൽ നമുക്ക് പറയാൻ പറ്റും. 10 ശുക്രന്റെ ബന്ധമോ വ്യാഴത്തിന്റെ ബന്ധമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരകത്വമുള്ള തൊഴിൽ നമുക്ക് പറയാൻ പറ്റും. അത് ശുക്രൻ സമ്പത്തിൻ്റെ കാരകനാണ്. അതേപോലെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അതേപോലെ ബ്യൂട്ടി ഓർണമെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാരകത്വമുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന തൊഴിൽ പറയാൻ പറ്റും. അതേപോലെ വൈദ്യം, നിയമ മേഖല, അതേപോലെ എൻജിനീയറിംഗ് മേഖലയെ കൊണ്ട്, ആയുധങ്ങളുടെ കാരകത്വം ചൊവ്വയെ കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള തൊഴിൽ നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിയായിരുന്നു. ആള് ബാങ്കിങ് മേഖല MBA കഴിഞ്ഞിട്ട് ബാങ്കിങ് മേഖലയിലാണ് ജോലി കിട്ടിയത്. പക്ഷേ ഇപ്പം വിവാഹബന്ധം വേർപെട്ട് വളരെ മാനസികമായിട്ട് ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ലീവ് എടുത്ത് ഇപ്പം അന്യദേശത്ത് എവിടെയോ ഒരു ജോലി തരപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു ഗ്രഹനിലയിൽ അഷ്ടമാധിപനായ ശനി 7 നിൽക്കുന്നു എന്നുള്ളൊരു ദോഷം. ഇനി സന്താന ഭാവം നോക്കുകയാണെങ്കിൽ സന്താന ഭാവാധിപൻ ശുക്രൻ യഥാർത്ഥത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നു. 5ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. ഒരു ശൂന്യാവസ്ഥയില്ല. പക്ഷേ 7ാം ഭാവാധിപനായ വ്യാഴം, വിവാഹഭാവം നമ്മൾ ശ്രദ്ധിക്കുമ്പം 7ാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ, ഭാവത്തിലേക്ക് നിൽക്കുന്ന ഗ്രഹമേത്, ഇത് രണ്ടുമാണ് ഭാവചിന്തന എന്ന് പറയുന്നത്. പക്ഷേ ഒരു പൊരുത്ത പരിശോധനയിലും ഭാവം ചിന്തിക്കാതെ വിവാഹ കാര്യത്തിന് മാത്രം പാപന്മാരുടെ മൂല്യത നോക്കി തെറ്റായ ഒരു സമ്പ്രദായത്തിൽ പോകുന്നു. അത് ശാസ്ത്രീയമല്ല. 7ൽ നിൽക്കുന്ന ശനി അഷ്ടമാധിപനാണ്. 7ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴം 12ലുമാണ്. ആ ഒരു ദോഷം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു. പുരുഷ ജാതകമാണെങ്കിൽ 22/7/84 ജനിച്ച പുരുഷ ജാതകത്തിൽ 7:03 PM എന്ന് പറഞ്ഞിരുന്നു. ആ ജനിച്ച പുരുഷ ജാതകത്തിൽ മകര ലഗ്നമാണ്. ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപൻ ചന്ദ്രനാണ്. 7ാം ഭാവാധിപൻ ചന്ദ്രൻ നിൽക്കുന്നത് കേന്ദ്രബലത്തോടു കൂടിയ, പക്ഷേ 7ൽ നിൽക്കുന്നത് സൂര്യനും ശുക്രനും. അഷ്ടമാധിപനായ സൂര്യൻ, അഷ്ടമാധിപൻ 7ൽ നിൽക്കുന്നു. സ്ത്രീ ജാതകത്തിലും അതേപോലെ അഷ്ടമാധിപൻ 7ൽ നിൽക്കുന്നു, പുരുഷ ജാതകത്തിലും അഷ്ടമാധിപൻ 7ൽ നിൽക്കുന്നു. ഇനി ശുക്രൻ കർക്കിടകത്തിൽ വന്നാൽ നമുക്കൊരു ചെറിയ ഒരു നോട്ട് പറയാറുണ്ട്, ദ്വിഭാര്യ യോഗം എന്ന് പറയാറുണ്ട്. ആ ഒരു അവസ്ഥ ഇവിടെ നമുക്ക് റീഡ് ചെയ്യാം. ഇനി അതേപോലെ 7ാം ഭാവാധിപനെയും ചൊവ്വ ശനി ബന്ധം, 7ാം ഭാവത്തിലേക്കും ശനിയുടെ ദൃഷ്ടി. ലഗ്നാധിപനല്ലേ എന്ന് ചോദിക്കാം. അതെ, ലഗ്നാധിപനാണ്. ദാമ്പത്യ അനുഭവം കൊടുത്തു, വിവാഹം കൊടുത്തു, പക്ഷേ ദാമ്പത്യ അനുഭവം കൊടുത്തില്ല. 5ാം ഭാവാധിപനായ ശുക്രന് ശനിയുടെ ദൃഷ്ടി. സമന്റെ കാരകനായ ശുക്രൻ കൂടിയാണ്. രജസിന്റെ കാരകനായ സൂര്യനാണ്. സൂര്യനും ശുക്രനും ശനിയുടെ ദൃഷ്ടി. 5ാം ഭാവത്തിൽ സർപ്പന്റെ സ്ഥിതി, രാഹുകേതുക്കളുടെ സ്ഥിതി. രാഹുകേതുക്കളൊന്നും ഇവിടെ സന്താനത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. രാഹു 5ൽ നിന്നാലും ഭാവത്തിന്റെ അധിപൻ എവിടെയെന്ന് നോക്കണം, സന്താന കാരകൻ എവിടെയെന്ന് നോക്കണം. അതേപോലെ പുരുഷ ജാതകത്തിൽ സമന്റെ കാരകനായ ശുക്രൻ എവിടെയെന്ന് നോക്കണം. ഇവിടെ അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. 5ാം ഭാവാധിപൻ ശുക്രന് ശനിബന്ധം, സെവന്റെ കാരകനായ ശുക്രന് ശനിബന്ധം, ഭാര്യാകാരകനായ ശുക്രനും കൂടിയാണ്. അതേപോലെ തന്നെ വ്യാഴത്തിനും ശനിയുടെ ബന്ധം, സന്താനകാരകനായ വ്യാഴത്തിനും ശനിയുടെ ബന്ധം. അപ്പോൾ അവിടെ സന്താനഭാവ സംബന്ധമായ അനുഭവക്കുറവ്, ഭാവം ചിന്തിച്ച് തന്നെ പൊരുത്തം നോക്കണം എന്ന് പറയുന്നത് വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. സന്താനഭാവ സംബന്ധമായ അനുഭവക്കുറവ്. സ്ത്രീ ജാതകത്തിലും സന്താനഭാവത്തിന് 5ാം ഭാവാധിപനായ ശുക്രൻ ഒരു ശനിയുടെ ബന്ധം വന്നിരിക്കുന്നു. അപ്പം 2 പേർക്കും 5ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഒരു ശനിയുടെ ബന്ധം വന്നു. സ്ത്രീ ജാതകത്തിലും വ്യാഴം 12ൽ പോയി. ചന്ദ്രൻ ബലവാനാണ്, ചന്ദ്രന് ദോഷമില്ല. 5ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. പക്ഷേ ഇവിടെ പുരുഷ ജാതകത്തിൽ നല്ല ദോഷം വന്നു. അതുകൊണ്ട് സന്താനഭാവ സംബന്ധമായ അനുഭവം, വിവാഹഭാവ സംബന്ധമായ അനുഭവം ദാമ്പത്യ ബന്ധത്തിന് ഉത്തമമായിട്ടുള്ളൊരു ദാമ്പത്യ ബന്ധമല്ലായിരുന്നു. ഇവിടെ ഇവരെ എങ്ങനെയാണ് ചേർത്തത്? ആ നോട്ട് കൂടി ചേർത്താണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ 7ലെ പാപനെ ചേർത്തു. 7ൽ നിൽക്കുന്ന ശനിക്ക് 7ൽ നിൽക്കുന്ന സൂര്യനെ ചേർത്തു. സ്ത്രീ ജാതകത്തിലെ 7ലെ ശനിക്ക് പുരുഷ ജാതകത്തിലെ 7 സൂര്യൻ മാച്ച് ചെയ്യിപ്പിച്ചു. ഏറ്റവും വലിയ തെറ്റാണ്. 7ൽ അഷ്ടമാധിപൻ നിൽക്കുന്നു 2 പേർക്കും. 7ൽ ശനി നിൽക്കുകയാണെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ വേർപെടുത്തുന്ന ഒരു ഗ്രഹമാണ്. സൂര്യൻ എന്ന് പറയുന്ന സ്ത്രീ ഭർഗത പരിഭവം അതകെ പതങ്ക, ഉപേക്ഷിക്കപ്പെടാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ 2 പേർക്കും ആ വേർപെടുത്തലും
ഉപേക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ബന്ധം അവിടെ വന്നു. അതേപോലെ സന്താനഭാവ സംബന്ധമായിട്ടും ഇതേപോലുള്ള അവസ്ഥ വന്നു. അപ്പോഴും നമ്മുടെ ആൾക്കാർ പറയുന്ന മറ്റൊരു അശാസ്ത്രീയമായിട്ടുള്ളൊരു സംഭവം, ഇവിടെ ശശമക യോഗം കൊടുക്കുന്ന ശനിയാണ്. ശനി ശശമക യോഗം കൊടുക്കും. അത് യോഗത്തിൻ്റെ കാര്യത്തിൽ അവിടെ സന്താനഭാവവുമായിട്ട് ബന്ധമില്ല. അവിടെ നമുക്ക് വിവാഹഭാവവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റൂല. ലഗ്നാധിപനല്ലേ 7-ൽ നോക്കിയത്? അതെ, ലഗ്നാധിപൻ 7-ൽ നോക്കിയത് കൊണ്ട് ഭാവാനുഭവം ഉണ്ടായി. പക്ഷേ ആ ഗ്രഹങ്ങൾക്ക് ദോഷവും കൊടുത്തു ആ ശനി. അതാണ് സംഭവിച്ചത്. അതേപോലെ ഉച്ചനായ ശനി ദോഷം ചെയ്യില്ല എന്നുള്ള ഒരു സംസാരം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. തെറ്റാണ്. ശനി ഉച്ചനാണ്. ശനിയുടെ കാരകത്വമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശശമക യോഗം കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കൊടുക്കും. 2-ാം ഭാവാധിപനും ലഗ്നാധിപനുമാണ്. ലഗ്നത്തിനും 2-ാം ഭാവത്തിനും ബലമുണ്ട്. കർമ്മസംബന്ധമായിട്ട് പുഷ്ടിയുണ്ട്. പക്ഷേ കല്വാദി ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, അതായത് ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ശനി ദോഷം തന്നെയാണ്. കാരണം ശനിയുടെ കാരകത്വം മാറി ശനി ഉച്ചനാകുന്നത് പറഞ്ഞിട്ട് വ്യാഴമായി മാറുന്നില്ല. ശനി ഉച്ചനാണെങ്കിലും ശനി തന്നെയാണ്. അപ്പം ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിന് വന്നു, ശുക്രന് വന്നു. അപ്പം ശുക്രൻ സമന്റെ കാരകനായ ശുക്രന് ഒരു കുറവ് കൊടുത്തു. സന്താനകാരകനായ വ്യാഴം 12 നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി കൊണ്ട് ആ സന്താനകാരകത്വത്തിനും ഒരു കുറവ് വന്നു. ഇതൊക്കെയാണ് നമുക്ക് ഭാവചിന്തന എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ വിവാഹഭാവത്തിനും സന്താനഭാവത്തിനും അതേ ഒരു അനുഭവം വന്നിരിക്കുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്രാനില നോക്കി. 7-ൽ സൂര്യൻ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകം, അതേപോലെ പുരുഷ ജാതകത്തിൽ 7-ൽ കേതുവും ബുധനും ശുക്രനും നിൽക്കുന്നു. 7-ാം ഭാവാധിപൻ തന്നെയാണ് ശുക്രൻ, മേടലഗ്നം. ആ സമയത്ത് ഏതോ ഒരു ജ്യോത്സ്യൻ പൊരുത്തം നോക്കിയിട്ട് പറഞ്ഞത് സ്ത്രീ ജാതകത്തിലെ സൂര്യൻ വലിയ മൈന്യൂട്ട് ദോഷം. ആ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ഇടുന്നില്ല എന്നേ ഉള്ളൂ. മൈന്യൂട്ട് ദോഷം. പുരുഷ ജാതകത്തിൽ നല്ല പാപന്മാരുടെ പവർ കൂടുതൽ ഉള്ള പാപന്മാർ 7-ൽ നിൽക്കുന്ന ശുക്രനെയും ബുധനും കണ്ടില്ല. അവിടെ ഒരു കേതുവിനാണ് ഭയങ്കര പവർ കൂടിയത്, സൂര്യന് പവർ കുറവുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിവാഹത്തിനെ അദ്ദേഹം മുടക്കി. കാരണം ഈ പെൺകുട്ടിക്ക് 7-ൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് 7-ാം ഭാവസംബന്ധമായി കുറച്ച് ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും. അത് ഇന്ന് ഏത് ഗ്രഹനിലയായിട്ട് മാച്ച് കഴിച്ചാലും ആ കുട്ടിക്ക് അനുഭവത്തിൽ വരാൻ പോകുന്ന കാര്യം അത് തന്നെയായിരിക്കും. അതിനെ ബാലൻസ് ചെയ്യാൻ 7-ൽ നിൽക്കുന്ന ബുധനും ശുക്രനും ഉപകാരപ്പെട്ടേനെ. പക്ഷേ പെൺകുട്ടിക്ക് സൂര്യൻ മൈന്യൂട്ട് ദോഷം എന്നും പുരുഷ ജാതകത്തിൽ നിൽക്കുന്ന കേതു ഭയങ്കര ദോഷം ചെയ്യുന്നതുമായിട്ട് മാർക്കിട്ടു. അത്തരത്തിലുള്ള ഒരു പൊരുത്തം പരിശോധിച്ചു കൊടുത്തു. ആ ഒരു വിവാഹം മുടക്കി. ഇത്തരത്തിലുള്ള സമ്പ്രദായമാണ് നമുക്ക് ഇവിടെ കണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ചന്ദ്രന്, പെൺകുട്ടിയുടെ ചന്ദ്രനായാലും ശുക്രനായാലും ഈ പുരുഷ ജാതകത്തിൽ ചന്ദ്രനെയും ചൊവ്വയും ശനിയുടെ ബന്ധം വന്നു 7-ാം ഭാവത്തിന്. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട്. ചന്ദ്രാൽ ശുക്രാൽ ലഗ്നാൽ എന്ന് പറയുന്ന പഴയ പല ആളുകളെയും കൊണ്ടുള്ള പൊരുത്ത പരിശോധനയല്ല നമുക്ക് വേണ്ടുന്നത്. വിവാഹഭാവം 7, ലഗ്നത്തിൻ്റെ 7-ാം ഭാവം, സന്താനഭാവം ലഗ്നത്തിൻ്റെ 5-ാം ഭാവം, അതിനും കാരകത്വം, അതിൻ്റെ കാര്യങ്ങളുടെ കണക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഭാവം പൊരുത്ത പരിശോധനയിൽ ഭാവം ചിന്തിക്കാനുള്ളത്. ഈ തരത്തിൽ ദോഷത്തിൽ പോയിപ്പെട്ട് മറ്റൊരു ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയും കൂടെ പൊരുത്തം വേർപെട്ട് ഡിവോഴ്സായി 7-ലെ പാപനെ ചേർത്തതിൻ്റെ ദോഷത്തിൻ്റെ ഒരു വിക്ടിം കൂടിയായിട്ട് ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്.